സോണി LED TV 4-time ബ്ലിങ്കിങ് പ്രോബ്ലം സൊല്യൂഷൻ. ഫ്രണ്ട്സ്, സോണി LED TVയിൽ 4 പ്രാവശ്യം റെഡ് LED കത്തി ഓണാകാതെ നിൽക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ഞാനിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കംപ്ലൈൻറ്റ് കണ്ടീഷനിലാണ്. കംപ്ലൈൻറ്റിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അതിനുശേഷം ഏത് രീതിയിൽ റിപ്പയർ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി തരാം. സെറ്റിൽ പൾസ് കൊടുക്കുമ്പോൾ പൾസായി നിന്നതിന് ശേഷം പെട്ടെന്ന് സെറ്റ് ബൂസ്റ്റായി ഓണായി വരാതെ 4 പ്രാവശ്യം ഇതുപോലെ LED ബ്ലിങ്ക് ചെയ്ത് ഇങ്ങനെ കാണിക്കും. ഇതാണ് സെറ്റിൻ്റെ പ്രോബ്ലം. ഇങ്ങനെയാണ് കിട്ടാറ്. സോണി ടിവിയുടെ ഒരു പ്രത്യേകത, ചില ടൈപ്പ് കംപ്ലൈൻറ്റുകൾ സെറ്റ് തന്നെ നമുക്ക് പറഞ്ഞു തരും. എന്ന് വെച്ചാൽ നമുക്ക് മുന്നോടിയായിട്ട് ഇൻഡിക്കേഷൻ തരും, പ്രൊട്ടക്ഷൻ മോഡിലോട്ട് പോകും. അങ്ങനെയൊക്കെ കുറച്ച് ഗുണങ്ങൾ സോണിക്കുണ്ട്. അതുപോലെ ഓരോ കംപ്ലൈൻറ്റിനും LEDയുടെ ബ്ലിങ്കിങ് കോഡുണ്ട്. അത് അനുസരിച്ചാണ് നമ്മൾ ഓരോ കംപ്ലൈൻറ്റും മനസ്സിലാക്കിയത് സോൾവ് ചെയ്യുന്നത് ടെക്നീഷ്യന്മാർ. ഇവിടെ 4-time ബ്ലിങ്കിങ് എന്ന് പറഞ്ഞാൽ പാനൽ വോൾട്ടേജ് സ്റ്റഡി ആകുന്നില്ല, അല്ലെങ്കിൽ കിട്ടുന്നില്ല. ആ സെക്ഷനിലുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. പാനൽ വോൾട്ടേജ് സെക്ഷൻ 12 വോൾട്ട് സെക്ഷനിൽ ഫുൾ ഷോർട്ടിംഗ് ആയിട്ടാണ് കാണിക്കുന്നത്. അത് എന്താണ് കാരണം എന്നുള്ളതിനെ പറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 9 വോൾട്ട് ഇൻപുട്ട് സെക്ഷനും 12 വോൾട്ട് ഔട്ട്പുട്ട് സെക്ഷനും തമ്മിൽ ഫുള്ള് PF ഷോർട്ടാണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളതിലേക്ക് പോകാം. നമുക്ക് വീഡിയോയിലൂടെ കാണാൻ കഴിയും. അതിന് മുന്നോടിയായിട്ട് സോണിയുടെ ചില എറർ കോഡുകളെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം. സെറ്റ് 2 വട്ടം 2-time ബ്ലിങ്കിങ് ആണ് കാണിക്കുന്നത് എങ്കിൽ മെയിൻ പവർ എറർ ആണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ പവർ എറർ എന്ന് പറയുമ്പോൾ AC അഡാപ്റ്റർ കംപ്ലൈൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. 3-time ബ്ലിങ്കിങ് വന്നു കഴിഞ്ഞാൽ ആഡിയോ എറർ ആണ്, എന്ന് വെച്ചാൽ B+ ബോർഡ് എറർ ആണ് ഉദ്ദേശിക്കുന്നത്. ടൈം ബ്ലിങ്കിങ് എന്ന് വെച്ചാൽ പാനൽ പവർ എറർ ആണ്, പാനലിന് സപ്ലൈ കിട്ടാത്തതാണ് ഇഷ്യൂ. ഈ ഒരു കംപ്ലൈൻറ്റ് അതാണ്. ഈ സെക്ഷനിൽ പാനൽ സപ്ലൈ കൊടുക്കുന്ന IC ഷോർട്ടിംഗ് ആണ്. അതാണ് നമ്മുടെ അടുത്തുള്ള PFകളിൽ ഫുള്ളും ഷോർട്ടിംഗ് ആയിട്ട് കാണിച്ചത്. 5-time ബ്ലിങ്കിങ് എന്ന് പറയുമ്പോൾ പാനൽ 12C കമ്മ്യൂണിക്കേഷൻ എററാണ് ഉദ്ദേശിക്കുന്നത്. ഷോർട്ടിംഗ് കാണിച്ച റിമൂവ് ചെയ്ത IC കിട്ടാനില്ലാത്തത് കൊണ്ട് അതിന് പകരം ഞാൻ 19 വോൾട്ടേജിനെ 12 വോൾട്ട് ആക്കി പാനൽ സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ബക്ക് ബൂസ്റ്റർ യൂസ് ചെയ്യാൻ പോവുകയാണ്. അവസാനമായി 6-time ബ്ലിങ്കിങ് എന്താണെന്നുള്ളത് പറയാം. ബാക്ക് ലൈറ്റ് എററാണ് ഉദ്ദേശിക്കുന്നത്. ബാക്ക് ലൈറ്റ് ഡാമേജ് ആകുമ്പോൾ കാണിക്കുന്നൊരു എററാണ് 6-time ബ്ലിങ്കിങ്. ഞാൻ 12 വോൾട്ട് സപ്ലൈക്ക് പുതിയ ഫ്യൂസ് ഇട്ട് അതിനുശേഷം 19 വോൾട്ടേജിൻ്റെ ബക്ക് ബൂസ്റ്റർ ഇൻപുട്ട് കൊടുത്ത് പിന്നെ ഔട്ട്പുട്ട് ഒരു 12 വോൾട്ടേജ് സെറ്റ് ചെയ്തതിന് ശേഷം പാനൽ വോൾട്ടേജ് കൊടുക്കുക. അത് അവസാനം കൊടുക്കാം. അതിനു മുന്നേ ഇൻപുട്ട് 19 വോൾട്ടും ഗ്രൗണ്ടും സെറ്റ് ചെയ്ത് പാനലിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇനി സെറ്റ് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് പൾസ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ സ്റ്റഡി ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി സെറ്റ് ഓൺ ആക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇവർക്ക് ആദ്യം കാണുമ്പോൾ നിങ്ങൾ കരുതും എളുപ്പമാണെന്ന്. പക്ഷെ നമ്മളൊരു കംപ്ലൈൻറ്റ് ഏത് സെക്ഷനിലാണ് കംപ്ലൈൻറ്റ് കാണിക്കുന്നത് എന്ന് ട്രേസ് ചെയ്ത് കണ്ടുപിടിക്കുന്നതിലാണ് കാര്യം. ചെയ്ത് കാണിക്കുന്നത് കാണുമ്പോൾ എളുപ്പമായിട്ട് തോന്നുമെങ്കിലും വളരെ പ്രയാസമുള്ളൊരു വർക്കാണിത്. പിന്നീട് 4-time ബ്ലിങ്കിങ് കാണിക്കുന്ന പല മോഡലുകൾക്കും പല സർക്യൂട്ടും പല ടൈപ്പ് ICകളുമായിരിക്കും. വ്യത്യസ്തമായുള്ള രീതിയിലാണ് വരാറ്, സെയിം ആയിരിക്കില്ല. ഓക്കെ ആയിട്ടുണ്ട്. ബൈ.